നിന്നെ കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ കാമുവിനെ കൊണ്ട് തല്ലിക്കടി, തല്ലടാ. ഇത് എന്നെ ആദരിക്കുന്ന ചടങ്ങാണെങ്കിൽ നിന്റെ നെഞ്ചത്തെ എവിടെ ഞാൻ പോളായിരുന്നു. എന്നാ ശരി, നമുക്കിറങ്ങാൻ രാജുവേട്ടാ. ശരി, ഓക്കെ മാഡം. ഫംഗ്ഷൻ സിമ്പിളായി പോയെന്ന് തോന്നുന്നുണ്ടോ? നോ ഗ്രാൻഡായി. മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഗിഫ്റ്റ് ഇഷ്ടായോ? നീ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അതുപോലെ നീ തരുന്ന ഗിഫ്റ്റും എനിക്കിഷ്ടാവും. താങ്ക് യു ആന്റി. ഇത് നീ മനഃപൂർവ്വം ചെയ്തതാ. നേരത്തെ നിന്നെ ഞാൻ വാൺ ചെയ്തതിന്റെ പ്രതികാരം. ഇപ്പൊ നീ എന്റെ കവിളും തല്ലി. വിടില്ല നിന്നെ ഞാൻ. അതിനുള്ള ശിക്ഷ നീ നടപ്പിലാക്കിക്കോ. അപ്പച്ചി, എന്റെ അപ്പച്ചിക്കുട്ടി സുന്ദരിയായല്ലോ. രാവിലെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ഡാഡി, ഫുഡ് ഓർഡർ ചെയ്യട്ടെ? അതിനു മുമ്പ് എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ഇന്നത്തെ സെലിബ്രേഷന്റെ പ്രധാന ഐറ്റം അഞ്ജനയെ ആദരിക്കലായിരുന്നു. അതെനിക്കറിയില്ല. നിനക്കതറിയാം, പക്ഷെ എനിക്കതറിയണം. കമോൺ, അഞ്ജനയെ ആദരിക്കലായിരുന്നോ അതോ? ഡാഡി, അത് ആൻസർ ടു മീ. ഈസ് ഇറ്റ് ട്രൂ? യാ, ഇറ്റ്സ് ട്രൂ. ഷീ ഈസ് എലിജിബിൾ. അറിയോ നിനക്ക്? +2-ന് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയാണ് അവൾ. നീ അവളുടെ കരണത്ത് തല്ലിയില്ലേ? അപ്പൊ നീ വെറും ഒരു മൃഗമായി. മനുഷ്യന്റെ രൂപം മാത്രം. എന്തിനായിരുന്നത്? അവൾക്ക് അർഹമായ അവാർഡ് കൊടുക്കാതിരിക്കാനാണോ? ഐ ഫീൽ ഷെയിം ഓൺ യു. മനുഷ്യന്റെ ഗന്ധം എന്താണെന്ന് നിനക്കറിയോ? വിയർപ്പിന്റെ ഗന്ധം. അത് അഞ്ജനയിലുണ്ട്. അതാ നിന്റെ കണ്ണിലെ തെറ്റ്. ഒരു റിക്വസ്റ്റാണ്. അഞ്ജനയുടെ സസ്പെൻഷൻ. ഇല്ല, അഹങ്കാരി അവൾ. ഞാൻ ഈ എസ്റ്റേറ്റിൽ പ്രവേശിക്കുമ്പോ ഞാൻ കണ്ടിരുന്നു. ബൈനാക്കുലറിലൂടെ എനിക്ക് ആ രൂപം ഇഷ്ടപ്പെട്ടു. ബട്ട് ഇത്രയും വൃത്തികെട്ട പെണ്ണാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ആ കുട്ടിയെ MD ഈ നിലയിൽ കാണുന്നത്. അച്ഛന് വയ്യാതായപ്പോൾ പഠിത്തം നിർത്തിയതാണ്. ഈ തൊഴിലല്ലാതെ മറ്റു മാർഗമില്ല. ആ അഞ്ജനയുടെ കാര്യമോ രാജുവേട്ടാ? അതൊക്കെ മല്ലികയ്ക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. ശരി, സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. സെയിൻ, ഇനി ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. അങ്ങനെ അങ്ങ് പോയാലോ?
നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കാം. രാജീവേട്ടൻ നാളെ ഇല്ലേ എത്തൂ? നിനക്ക് നാളെ പോവാം. അധികം എന്നെ അടുപ്പിക്കണ്ട, ഞാനിവിടെ ഇറങ്ങിപ്പോവില്ല. തൽക്കാലം നിന്നെ ഇവിടെ സ്ഥിരമായി പാർപ്പിക്കാനുള്ള ഉദ്ദേശവും ഇല്ല. ആന്റി ഇപ്പൊ ഒരു സാധാരണ സ്ത്രീയായി. MD എന്ന സ്ഥാനത്ത് വരുമ്പോ പേടിയാവും. അതാ എന്റെ യഥാർത്ഥ സ്വഭാവം. വാ ടീന, ലഗേജ് എടുത്തു. ഇതിനെ പറ്റി പെണ്ണുങ്ങള് വേറെ ഉണ്ടാവും. ഞാനൊരു പരാതി കൊടുത്താലേ അവിടെ എണ്ണേണ്ടി വരും. എങ്കിൽ പോയി പരാതി കൊടുക്കണേ.